ആരെങ്കിലും തുറക്ക്, കഥ തുറക്ക്. ഇളയമ കൊള്ളാം. കഥക്ക് തുറന്നു തന്നെ. ഞങ്ങളുടെ ജാതകാണോ പറയുന്നേ? നമ്മളെ പറ്റിക്കാന്ന് വിചാരിച്ചു. ശ്വാസം മുട്ടി ചാവട്ടെ. സത്യത്തില് ശ്വാസം മുട്ടി മരിക്കും അവരിളയമേ. നമുക്ക് ഡോർ തുറന്നു കൊടുക്കാം. അതെ ആന്റി, അവരെല്ലാം മരിച്ചുപോയാൽ നമ്മൾ കേസിൽ കുടുങ്ങും. അങ്ങനെ വരൂ. തുറക്ക. അയ്യോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനും ഈ ഹോമത്തിനും വലിയ നമസ്കാരം. വരൂ, ശിക്ഷിക്കണേ. ഇനി ജന്മത്തിൽ വീട്ടിലേക്ക് ഞാൻ വരില്ല. മാതാജി ഹോമം തുടങ്ങട്ടെ. 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 ഭക്തേ, ഹോമം ഹോമമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? എല്ലാം എന്റെ സ്വപ്നായിരുന്നല്ലേ. അപ്പൊ ഹോമം മാതാജി തുടങ്ങിയില്ലായിരുന്നോ? എന്താ നമ്മുടെ പ്ലാൻ സക്സസ് ആയി. മാതാജി ഓടിപ്പോയിന്ന് സ്വപ്നം കണ്ടു കാണുമല്ലേ? കുറച്ചു മുമ്പ് കണ്ട സ്വപ്നം സത്യമാകാൻ പോകുന്നു. ഹോമം തുടങ്ങട്ടെ മാതാജി. തീ കൊളുത്ത് കൊളുത്ത്. കത്തിക്കേണ്ടത് ഞാനല്ല ഭക്തേ, നീയാണ്. വച്ചിട്ടാ ഈ ഹോമം മുഴുവൻ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. മുതിർന്നവരായിട്ട് നിങ്ങളൊക്കെ ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാ ഏട്ടാ? ഇളയവരെ വെച്ച് ഹോമം ചെയ്താൽ നന്നായിരിക്കുന്ന മാതാജി ഇപ്പൊ പറഞ്ഞതൊക്കെ. എന്നാലും ഞങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? മാതാജി എല്ലാം പറഞ്ഞു തരും. ഇവിടെ വന്നിരിക്കുക. വേണ്ട എടുത്തി. അഖിൽ, കാർത്തികേ, ഇളയമേ, ഇരിക്കേ. ഇരിക്കാനാ പറഞ്ഞ. അങ്ങോട്ട് ഇരിക്കും. വാ. എന്തിന്? പുറത്ത് ഇനിയൊരു പൂജയുണ്ട് ഇളയമ്മ. ഞങ്ങൾ പോയി ആ പൂജ ചെയ്യാം. നിങ്ങൾ ഈ ഹോമം നടത്തിക്കോ. ഓൾ ദി ബെസ്റ്റ് അഖിൽ. എനിക്ക് എന്തൊക്കെയോ സംശയമാവുന്ന കൊച്ചുപോലെ. എനിക്കും ആ സംശയമുണ്ട് ഇളയമ്മേ. ഒരുപക്ഷെ നമ്മളിട്ട പ്ലാൻ നമ്മൾ തന്നെ തിരിച്ചടിക്കോ? കൈ കാണിക്കൂ ഭക്തേ.
എന്താ സുമംഗലെ ഹോമവും പൂജയും ഒക്കെ പാതി വഴി നിർത്തിയിട്ട് വന്നത്? അത് വെറും ഹോമല്ല കേട്ടോ, മരണ ഹോമോ നരകം. അതെങ്ങനെ? ഹോമകുണ്ടത്തിൽ നിങ്ങൾ ഇട്ടത് ഹോമക്കമ്പുകളല്ലേ? ഇനിയൊരു പക്ഷേ അതില് മുളക് പൊടി മറ്റെന്തെങ്കിലും ചേർത്തായിരുന്നു ഇളമേ? ഈ കാര്യം ഞങ്ങൾക്കിങ്ങനെ മനസ്സിലായെന്ന് ആലോചിക്കുകയാണോ? ഈ കമ്പുകൾ ഹോമകുണ്ടത്തിലിട്ടാ പുക നിറഞ്ഞ് മുറി മുഴുവൻ നിറയും. മാത്രമല്ല ഈ മുളകിന്റെ മണം അടിക്കുമ്പോ ചുമച്ച് കണ്ണെറിഞ്ഞ് എല്ലാവരും കഷ്ടപ്പെടും. മാതാജി ഓടിപ്പോകും, ഹോമം മുടങ്ങും. മോശം കാര്യങ്ങൾ വിചാരിച്ചാൽ അതല്ലേ നടക്കുള്ളൂ. നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണു. എത്ര പറഞ്ഞാലും നിങ്ങൾ മാറില്ലെന്ന് തന്നെയാണല്ലേ? എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ദുഷ്ടത്തരം കാണിക്കുന്നത്? അവസാനം ഞങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഹോമത്തിന് തടസ്സം ഉണ്ടാക്കാനും ശ്രമിച്ചു. ഞങ്ങൾക്കൊന്നും അറിയില്ല ഏട്ടാ, എല്ലാം ചെയ്ത ഇളയമ്മയാ. ഞാൻ എന്ത് ചെയ്തടാ? എന്ത് വന്നാലും എന്ത് ചെയ്താലും എന്നെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങളോ? ഹോമക്കമ്പുകളില് മുളകരച്ച് ചേർത്തത് ഞങ്ങളാണോ ആന്റി? ഹോമം നിർത്തിച്ച് മാതാജി ഇവിടുന്ന് ഓടിച്ചു വിടാനായിട്ട് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? ഹോമം നിർത്തേണ്ട ആവശ്യം ഇളമയ്ക്ക് എന്താ? ഹോമം നടന്നു കഴിഞ്ഞാ സത്യം പുറത്തു വരുന്നുള്ള പേടിയാണോ? അതിനാണോ ഹോമത്തെ പാതി വഴിയിൽ നിർത്തിയത്? ഇനിയും എത്ര നാളിങ്ങനെ സത്യം മറച്ചു വെക്കൂ ഇളയമേ? ഞങ്ങൾ ഒരു സത്യവും മറച്ചിട്ടില്ല. അല്ലെങ്കിലേ ഞങ്ങൾക്ക് കഷ്ടകാലോ. അതിന്റെ ഇടയിൽ ഹോമം കീമെന്നൊക്കെ പറഞ്ഞിട്ട് പണം ചെലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളിത് നിർത്തിക്കാന്ന് വിചാരിച്ച്. അതിന് അഖിലും കാർത്തികയും കൂടി സപ്പോർട്ട് നിന്നു. നിങ്ങൾ ഇങ്ങനെ തെറ്റായ കണ്ണുകൊണ്ട് ഞങ്ങളെ കണ്ട ഞങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും നന്നായിട്ടുണ്ട് ഇളയമ്മേ. പണം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? കൊള്ളാം. അതെ ഏട്ടാ, അടുത്തത് എന്താന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഹോമം നിന്നുപോയതുകൊണ്ട് ഓയിൽ പൂജ, അതായത് നമ്മൾ തൈല പൂജ നടത്താൻ പോകുന്നു. എന്താ അനിയ പ്ലാനിൽ ഇല്ലാത്ത സ്കീമൊക്കെ പറയുന്നത്? ആയുധ പൂജ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഓയിൽ പൂജ എന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്ത് പൂജയാ ഇത് അനിയ? നല്ല വെട്ടിത്തിളച്ച് മറിയുന്ന എണ്ണയില് കൈമുക്കണം. ആ എന്താ അനിയ, തിളയ്ക്കുന്ന എണ്ണയിൽ കൈവച്ചാൽ കൈ പൊള്ളിപ്പോവില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത ആളുടെ കൈക്ക് ഒന്നും പറ്റില്ല. പക്ഷെ തെറ്റ് ചെയ്തവരുടെ കൈകൾക്ക് പൊള്ളലുണ്ടാവും. ആരാണെങ്കിലും ആ എണ്ണയിൽ കൈവച്ച കൈ പൊള്ളുകയല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ കൈ ഐസ് വാട്ടറിൽ വച്ചതുപോലെ ചില്ലിന്നിരിക്കുമെന്ന് ആ പുറത്ത് നിൽക്കുന്ന 3 പേരോടും നിങ്ങൾ പറയണം. എന്താ രാമോഹൻ സാറേ, കുട്ടികളും മരുമക്കളും ഞാൻ യഥാർത്ഥത്തിലുള്ള സോമനിയാണെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ വെറുമൊരു മാതാജിയാണെന്നും എനിക്കൊരു മന്ത്രശക്തി ഇല്ലെന്നും മാന്ത്രിക വിദ്യയൊന്നും അറിയില്ലെന്നും അവരോടൊന്ന് പറയൂ സാർ. നിങ്ങളെ കുറിച്ച് അവർക്ക് നേരത്തെ തന്നെ അറിയാം മാതാജി, പിന്നെന്തിനാ വിഷമിക്കുന്നേ? ഇവിടെ അഭി പറഞ്ഞ പോലെ ചെയ്യ്. തിളയ്ക്കുന്ന എണ്ണ ആരോടും കരുണയൊന്നും കാണിക്കില്ല സാർ. ആര് കൈവച്ചാലും പൊള്ളിപ്പോകും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ അബിയുടെ കയ്യില് അതിനൊരു മാർഗമുണ്ട്. ഈ ലിക്വിഡ് കൈ തേക്കുകയാണെങ്കിൽ ഇനി എത്ര ചൂടുണ്ടെങ്കിലും അത് കയ്യിലേൽക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അനിയ? മാതാജി, വേണമെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക്. ഏട്ടാ, ഈ ലിക്വിഡ് കൈ തേച്ചിട്ട് ഒരു ചെറിയ ഡബ്ബ കാണിച്ചു കൊടുക്ക്.
നിങ്ങളുടെ കയ്യിൽ ഇത്രയും പ്ലാൻ ഉള്ളപ്പോ എന്നെ എന്തിനാ ക്ഷണിച്ചു വരുത്തിയത്? നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കി ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വെള്ളം ശംഖിൽ ഒഴിച്ചില്ലെങ്കിൽ ഒരിക്കലും തീർത്ഥമാവില്ലല്ലോ. അതുകൊണ്ടാ മാതാജിയെ വിളിച്ചു വരുത്തിയത്. അതെനിക്ക് വിട്ടേക്ക് വനിയ, ഞാനെല്ലാം നോക്കിക്കൊള്ളാം. ആ, എല്ലാരും കയ്യിൽ ലിക്വിഡ് തേക്ക്. പിന്നെ ആ 3 പേരെ കൂടെ വിളിച്ചോ. ഈ തൈലപൂജ എന്താ ഇളയമേ? ഇനി തിളയ്ക്കുന്ന എണ്ണയിൽ കൈമുക്കണമെന്ന് പറയൂ. എന്താ തിളയ്ക്കുന്ന എണ്ണയിൽ കൈ വെച്ച കൈ പൊള്ളി പോയില്ലേ? ആ MLA കൂട്ടാളികളുടെ കൈ കത്തിപ്പോവെന്നെങ്ങാനും ഈ മാതാജി പറയോ എന്തോ? എന്താ ഇളമ ഈ പറയുന്നത്? ആ മാതാജി ഇളമയുടെ ശരീരത്തിൽ പ്രവേശിച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോ എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വായിന്ന് സത്യം കൊണ്ടുവരാൻ അവര് നോക്കുന്നത്. ശരിയാ. ഫുഡിൽ ഡ്രഗ് കലർത്തിയ കാര്യം നമ്മൾ തന്നെ പറയേണ്ടി വരുമല്ലോ. അതെങ്ങനെ നടക്കും? അതിന് നമ്മൾ 3 പേര് മാത്രമല്ലല്ലോ കൈമുക്കാൻ പോകുന്നത്. എല്ലാവരും തൈലത്തിൽ കൈമുക്കും. അവരുടെ കൈ കത്തിപ്പോവാതിരിക്കാൻ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ കൈ മാത്രമേ കത്തുള്ളൂ. എന്റേതാണെങ്കിലോ മനോഹരമായ കൈകളല്ലേ, പൊള്ളിപ്പോയ ഒരു ഭംഗിയുണ്ടാവില്ല. നീൽ പോളിഷും ഇടാൻ പറ്റില്ല, മെഹന്തി ഇടാൻ പറ്റില്ല. ഇപ്പൊ നിന്റെ കൈന്റെ സൗന്ദര്യമാണോ ആവശ്യം? കൈ കത്തിപ്പോവാതെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ഞാൻ ആലോചിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തു വരിക? നമ്മുടെ കൈ പൊള്ളാതെ എങ്ങനെ സംരക്ഷിക്കും? അതിനൊരു വഴിയുണ്ടടാ. നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകാം. ആ മാതാജി പോയതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. അതെ ആന്റി, നമ്മൾ ഇവിടുന്ന് ഓടിപ്പോയാ ഒരു പ്രോബ്ലം ഇല്ല. എന്തിനാ ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചാ? ആന്റിക്ക് ഒരു കല്യാണ ആലോചന വന്നു, അങ്ങോട്ട് പോവാണെന്ന് പറയും. ഇത് കേൾക്കാൻ തന്നെ എന്തൊരു രസാ. അങ്ങനെ പറഞ്ഞ അവരാരെയും വിശ്വസിക്കോടി? വേറെന്താ പറയാ? ഐഡിയ, നിനക്ക് വയറുവേദനയാന്ന് അവരോട് പറയാം. പെട്ടെന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാ അവര് വിശ്വസിക്കൂ ആന്റി? ഇടി മണ്ടി, നീ ഗർഭിണിയാണെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, വയറുവേദനയാന്നാ പറയാൻ പോകുന്നത്. അതായിരുന്നോ? എല്ലാവരും ഒരേ സമയത്ത് പോയാൽ ഡൗട്ട് ആകും. അത് ഞാൻ പോകാം. വയസ്സിന് മൂത്ത ഞാനാ, എന്നെ പോകാൻ അനുവദിക്കും. അത് ഞാൻ പോകും. ആദ്യം ഞാൻ നാളെ അമേരിക്കയിൽ പോയിട്ട് എന്റെ കൈകൊണ്ട് സമ്പാദിച്ച നിങ്ങൾ രണ്ടിനും ആഹാരം തരാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ പോകും. സ്വത്ത് നമ്മുടെ കൈവശം വന്നാ നീ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അഖിൽ. ആദ്യം ഞാൻ പോകാം. നിനക്ക് കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലല്ലോ, നിനക്കെന്താ എത്ര ധൃതി? എന്നെ പോകാൻ അനുവദിക്കും. ഇളയമ്മയ്ക്ക് ഭർത്താവും കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര വെപ്രാളം? ആദ്യം ഞാൻ തന്നെ പോകും. അല്ല, ആദ്യം ഞാൻ പോകും. അല്ലല്ല, ഞാൻ പോകും. എനിക്ക് പോണം. ഞാൻ ആദ്യം പോകും. നമ്മൾ തമ്മിൽ എന്തിനാ തർക്കിക്കുന്നേ? അത് മാത്രമല്ല, നമ്മളെ തടയാൻ വേണ്ടി ഇവിടെ ആരാ ഉള്ളത്? 3 പേർക്ക് ഒരുമിച്ച് പോവാം. അതാണ്, നമ്മളിവിടെ ആര് തടയാനാ? നമുക്ക് പോവാം. ഇത് മുമ്പേ പറഞ്ഞു തൊലക്കായിരുന്നില്ലേ നിനക്ക്? ഓരോന്ന് പറഞ്ഞ സമയം കളയും. എവിടേക്കാടാ പോന്നേ? ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് പോയി ഈവനിങ് വരെ ടൈം പാസ് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് ക്യാബ് ബുക്ക് ചെയ്യ്. ക്യാബ് ബുക്ക് ചെയ്യ്. അതാ വന്നല്ലോ. പെട്ടെന്ന് വണ്ടി എടുക്ക. ശരി സർ. എന്ത് പറ്റിയതാ? എന്ത്? വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല മാഡം. ഇനി ഞങ്ങൾ 3 ആൾ ഇറങ്ങി കാറ് തള്ളി തരണോ? ഇപ്പൊ സ്റ്റാർട്ടായി മാഡം. ഇപ്പൊ എന്താ പറ്റിയത്? എന്താ പറ്റിയതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഡീസൽ മെട്രോളൊക്കെ തീർന്നു. ഇല്ല മാഡം, ഗേറ്റ് പൂട്ടിയിരിക്കാം. ഗേറ്റ് പൂട്ടിന്ന് വെച്ചാ? പരിപാടി പൊടിഞ്ഞടാ. പെട്ടല്ലോ. വേഗം ഇറങ്ങിക്കോ.
എങ്ങോട്ടാ 3 പേരും കൂടി? പാർക്കിലേട്ടാ, പാർക്ക്. അല്ല അച്ഛാ, ഹോസ്പിറ്റലിൽ പോവാ. എന്തിന്? ആ, എനിക്ക് നല്ല വയറുവേദനയുണ്ട് അമ്മേ. ഇപ്പൊ നോർമലായിട്ടല്ലേ ഇരിക്കുന്നേ? അമ്മേ, നല്ല വേദനയുണ്ട്. അയ്യോ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല അഖിൽ. വയറുവേദന ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോവേണ്ടത്? എന്തിനാ പറയാതെ പോയത്? അത് വീട്ടിലെ പൂജ നടക്കല്ലായിരുന്നോ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചടാ. പോയിട്ട് വേഗം തിരിച്ചു വരാം ഏട്ടാ. അതിന്റെ ആവശ്യമില്ല. ഇവിടെ മാതാജി ഉള്ളപ്പോ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? അവരെന്താ ഡോക്ടറാണോ ഏട്ടാ? ഡോക്ടറെക്കാളും വളരെ മുകളിലാണ്. മാതാജി, ഞങ്ങളുടെ കാർത്തികയ്ക്ക് ആ വയറുവേദന ഒന്ന് മാറ്റിക്കൊടുത്തേ. ഞാനോ? ആ, മാതാജി തന്നെയാ. മാതാജിക്ക് വൈദ്യശാസ്ത്രമൊക്കെ അറിയാലോ. എനിക്ക് വൈദ്യം അറിയാവല്ലേ? എന്താ അറിയാമോന്ന് ചോദിക്കുന്നേ? ഒന്നും അറിയാത്ത പോലെ. വയറുവേദനയാണ് തലവേദനയായാലും അതിന് എന്ത് വേദനയായാലും ശരി, ഹോമകുണ്ടത്തിലെ കമ്പുകൾ കൊണ്ട് ചൂട് വെച്ച് വേദന കുറയ്ക്കാന്ന് മാതാജിയിലെ പറഞ്ഞത്. അതെ അതെ, ഞാൻ പറഞ്ഞത് തന്നെയാ. മാതാജി, എന്റെ ചെറിയ മരുമകൾക്ക് വയറിന് നല്ല ചൂട് കൊടുത്ത് വയറുവേദന ഇല്ലാതാക്കണം. ശിഷ്യഗണങ്ങളെ, നിങ്ങൾ കാർത്തികയെ ബലമായി പിടിച്ചോളൂ. എന്റെ ശിഷ്യഗണങ്ങൾ വയറ്റിൽ ചൂട് വെക്കുന്നതാണ്. വേണ്ട, എനിക്ക് ചൂട് വെക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വേണ്ട. വയറുവേദന മാറണ്ടേ കാർത്തിക? കുറച്ചൊന്ന് ചൂട് വെച്ചാ മതി, പിന്നെ വയറുവേദന വരെയില്ല. ഒന്ന് ക്ഷമിക്കേ.